ഇവിടെ ഇരിക്കുന്ന ചെറുപ്പം, ഇവർ ഉയർത്തുന്ന പോരാട്ടം, ഇവർ ഉയർത്തുന്ന ലെഗസി, ഇവർ ഉയർത്തുന്ന പൈതൃകം, അത് ഷഹീദ് ഭഗത് സിംഗിന്റെ പൈതൃകമാണ്, അത് അംബേദ്കറിന്റെ പൈതൃകമാണ്, അത് മഹാത്മാഗാന്ധിജിയുടെ പൈതൃകമാണ്. നോക്കൂ, ലോകത്തെവിടെ നീതി നിഷേധത്തിനെതിരെയുള്ള ഒത്തുചേരൽ ഉണ്ടാകുന്നു, ലോകത്തെവിടെ അനീതിക്കെതിരെ മനുഷ്യർ ഒത്തുചേരുന്നു, അവിടെയൊക്കെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, പോരാട്ട മുഖങ്ങളിൽ നെഞ്ചുവിരിച്ചു ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും അടുത്ത കാലത്തെ തെളിവാണ് CJP നടത്തിയ പോരാട്ടത്തിനകത്ത് സോളിഡാരിറ്റിയായി ഡിവൈഎഫ്ഐ ഒപ്പം നിന്നത്. സംസ്ഥാന സമ്മേളനം 19, 20, 21, 22 തീയതികളിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വച്ച് നടക്കുകയാണ്. രാഷ്ട്രീയ പരിസരത്തിനകത്ത് യുവജന വിഷയങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുക്കുന്ന സംഘടന അത് ഡിവൈഎഫ്ഐ ആണ് എന്ന ബോധ്യം ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ പൊതുസമൂഹത്തിനുണ്ട് എന്നതാണ്. രാജ്യം വളരെ ശക്തമായ സമരങ്ങൾ കണ്ട ദിവസങ്ങളാണ് കടന്നുപോയത്. നമ്മുടെ രാജ്യത്തെ ചെറുപ്പം സമരത്തിന് പുതിയ ഭാഷയും പുതിയ മുഖവും സമ്മാനിച്ചത് നമ്മൾ കണ്ടു. ഏറ്റവും ശക്തമായ പ്രതികരണവും പ്രതിഷേധവും പ്രതിരോധവും തീർക്കാൻ കഴിയുന്നവരാണ് പുതിയ തലമുറ. ജെൻസി എന്നോ ജെൻ ആൽഫ എന്നോ അങ്ങനെ ഏതൊക്കെ പേരുകൾ ചൊല്ലി വിളിച്ചാലും ഈ നാടിന്റെ യൗവനവും വിദ്യാർത്ഥി സമൂഹവും നീതി നിഷേധങ്ങൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്താൻ സജ്ജമായി നിൽക്കുകയാണ് എന്നതിന്റെ ഉദാഹരണമാണ് രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വരെ കൊണ്ടെത്തിച്ച ഏറ്റവും ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ജന്തർ മന്ദിറിൽ, ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നടന്ന സമരം. സമരത്തിന്റെ പുതിയ രീതികൾ നമ്മൾ കണ്ടു. ബാരിക്കേഡുകൾ പൂക്കൾ കൊണ്ട് നിറച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നത് നമ്മൾ കണ്ടു. പാട്ടുപാടി പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. മുദ്രാവാക്യങ്ങൾ പാട്ടുകളായി മാറുന്നത് നമ്മൾ കണ്ടു. ഏറ്റവും സഹനത്തിന്റെയും അങ്ങേയറ്റത്തെ ആവേശപൂർണമായ പോരാട്ട വീര്യവും ആ സമരത്തിന്റെ ഭാഗമായി നാം കണ്ടു. സോനം വാങ്ചുക് നടത്തിയ നിരാഹാര സമരം, അതിനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ പോലെ ഒരു പ്രവർത്തകനെ, മനുഷ്യാവകാശ പ്രവർത്തകനെ, വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവിടെ നിന്നും നീക്കം ചെയ്താൽ ഈ രാജ്യത്തെ ചെറുപ്പവും ഈ രാജ്യത്തെ യൗവനവും നിശബ്ദമാകുമെന്ന് തെറ്റിദ്ധരിച്ച നരേന്ദ്രമോദി ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും വീണ്ടും തിരക്കി ജന്തർ മന്ദിറിന്റെ സമരവേദിയിലേക്ക് ചെറുപ്പം കടന്നു വരുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന സമീപനത്തിനെതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ ചെറുപ്പത്തിന്റെ ആ പ്രതിഷേധം. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന സംഭവം ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി, തന്റെ സ്വപ്നത്തിനനുസരിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഉറക്കമുളച്ച് രാത്രിയിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ചെറുപ്പത്തിന് മുമ്പിലേക്ക് ഈ ചോദ്യപേപ്പറുകളെല്ലാം ഇതിനു മുമ്പേ കച്ചവടം ചെയ്തു എന്ന ദുഃഖകരമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത്. നടത്തുന്ന പരീക്ഷകൾ, NTA നടത്തുന്ന പരീക്ഷകൾ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥികളെ ടോർച്ചർ ചെയ്യുന്ന ഏജൻസിയായി മാറിയിരിക്കുന്നു. എത്ര കുട്ടികളുടെ ജീവനാണ് നഷ്ടമായത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, CBSE പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ സ്ക്രൂട്ടണിക്കായി ഉത്തരക്കടലാസ് ചോദിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന അനുഭവം, ഇതെല്ലാം രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ആകെ അസ്വസ്ഥമാക്കി. അതിനിടയിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പരാമർശമാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരൊക്കെ, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരൊക്കെ പാറ്റകളാണ്, പാരസൈറ്റുകളാണ്, കോക്രോച്ചുകളാണ്. അപ്പോഴാണ് ലണ്ടനിലെ ബോസ്റ്റണിൽ പഠിക്കുന്ന ഒരു ഇന്ത്യൻ
വിദ്യാർത്ഥി അഭിജിത്ത് ദീപ്കെ, അദ്ദേഹം ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നു, കോക്രോച്ച് ജനതാ പാർട്ടി. ആ സമയത്ത് ചീഫ് ജസ്റ്റിസ് വീണ്ടും പറയുന്നുണ്ട്, വ്യാജ ബിരുദങ്ങൾ വാങ്ങിച്ചവരെയാണ് ഞാൻ അങ്ങനെ പാറ്റകളെന്ന് വിളിച്ചത്. ഉടൻ തന്നെ അഭിജിത്തിന്റെ വീണ്ടും സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടി വരികയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കരുത്. നോക്കൂ, എത്ര റെലവന്റായി ഓരോ വിഷയങ്ങൾക്കകത്ത് പ്രതികരിക്കാൻ പുതിയ തലമുറ തയ്യാറാകുന്നു. കൊള്ളുന്ന ചോദ്യം ചോദിക്കാൻ തയ്യാറാകുന്ന പുതിയ തലമുറ നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ. സമരം വലിയ തോതിൽ ആളിക്കത്തിയത് നമ്മൾ കണ്ടു. അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ അവർ ആഗ്രഹിച്ച സാന്നിധ്യം എന്ന് പറയുന്നത് SFIയുടെ ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറി, മുൻ JNUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് സഖാവ് ഐഷി ഘോഷിനെയാണ്. സഖാവ് ഐഷി ഘോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിന് ഐക്യദാർഢ്യമായി കൂടെ നിന്നു. SFI എന്ന വിദ്യാർത്ഥി സംഘടന ആ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളോട് ചേർന്ന് നിന്നു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് ആദർശം സജീവ് ഉൾപ്പെടെ ഐഷി ഘോഷ് ഉൾപ്പെടെ ആ സമരപ്പന്തലിനോട് ചേർന്ന് നിരാഹാരമിരുന്നു. ആ സമരത്തിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡന്റും അവിടെ എത്തി. സഖാവ് റഹീം MP യുടെ പ്രസംഗം, അദ്ദേഹം ജന്തർ മന്ദിറിലെ സമര കേന്ദ്രത്തിലെത്തിയിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ചെറുപ്പം, ഇവർ ഉയർത്തുന്ന പോരാട്ടം, ഇവർ ഉയർത്തുന്ന ലെഗസി, ഇവർ ഉയർത്തുന്ന പൈതൃകം, അത് ഷഹീദ് ഭഗത് സിംഗിന്റെ പൈതൃകമാണ്, അത് അംബേദ്കറിന്റെ പൈതൃകമാണ്, അത് മഹാത്മാഗാന്ധിജിയുടെ പൈതൃകമാണ്. നോക്കൂ, ലോകത്തെവിടെ നീതി നിഷേധത്തിനെതിരെയുള്ള ഒത്തുചേരൽ ഉണ്ടാകുന്നു, ലോകത്തെവിടെ അനീതിക്കെതിരെ മനുഷ്യർ ഒത്തുചേരുന്നു, അവിടെയൊക്കെ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, പോരാട്ട മുഖങ്ങളിൽ നെഞ്ചുവിരിച്ചു ഒപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് DYFI എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഉണ്ടാകുമെന്നതിന്റെ ഏറ്റവും അടുത്ത കാലത്തെ തെളിവാണ് CJP നടത്തിയ പോരാട്ടത്തിനകത്ത് സോളിഡാരിറ്റിയായി DYFI ഒപ്പം നിന്നത്. ആ സമരത്തിന് പല മുഖങ്ങളുണ്ടായി, പല തലങ്ങളുണ്ടായി, പല ദിവസങ്ങളിൽ ആ സമരം പല രൂപത്തിലേക്ക് മാറി. അപ്പോഴെല്ലാം തുടക്കം മുതൽ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉറപ്പാക്കുന്നത് വരെയുള്ള പോരാട്ടങ്ങളിൽ ആ സമരസഖാക്കൾക്കൊപ്പം ചേർന്ന് നിന്ന് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പോരാട്ടമായി നിന്ന സംഘടനയാണ് DYFIയും SFIയും രാജ്യത്തെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ. അതാണ് ഇടതുപക്ഷമുയർത്തുന്ന രാഷ്ട്രീയം. ഇടതുപക്ഷമുയർത്തുന്ന രാഷ്ട്രീയം വിശ്വമാനവികതയുടെ രാഷ്ട്രീയമാണ്. ലോകത്ത് എവിടെ ഒരു പ്രശ്നമുണ്ടായാലും ആ മനുഷ്യരോട് നമ്മൾ ഐക്യപ്പെടാറുണ്ട്. അവിടെയാണ് ട്രംപ് ക്യൂബയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ അടൂരിന്റെ ടൗണിൽ, അടൂരിന്റെ നഗരത്തിന്റെ മധ്യത്ത് നമ്മൾ ഒത്തുചേരുന്നത്, ക്യൂബൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നത്. വെനിസുല പ്രസിഡന്റിനെ വീട്ടിൽ നിന്നും രാത്രി തട്ടിക്കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കുന്നത്, നമ്മൾ നമ്മുടെ തെരുവുകളിലേക്ക് ഇറങ്ങുന്നത്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വമാനവികതയുടെ മുദ്രാവാക്യം ഉള്ളതുകൊണ്ടാണ്. DYFI എല്ലാ കാലത്തും അധിനിവേശങ്ങൾക്കും യുദ്ധങ്ങൾക്കുമെതിരെ നിലപാടെടുത്തിട്ടുള്ള സംഘടനയാണ്. DYFIയുടെ ഇന്നലകളിലെ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം ഫ്രീ മണ്ടേല എന്നതായിരുന്നു. നെൽസൺ മണ്ടേലയെ ജയിൽ മോചിതനാക്കണം എന്ന മുദ്രാവാക്യമായിരുന്നു. സദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോൾ ലോകത്ത് തന്നെ ഒരുപക്ഷെ ആദ്യമായൊരു പ്രകടനം നടക്കുന്നത് ഞാനും ഷിജുവും എല്ലാം ഉള്ള സമയമാണ്. അന്ന് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങളെല്ലാം അന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുമ്പോൾ, അവിടേക്ക് ബോംബുകൾ വർഷിക്കുമ്പോൾ, അവിടുത്തെ പിറന്നു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൈകളും കാലുകളും അറ്റുപോയി തിരിച്ചറിയാൻ കഴിയാതെ ഗസയിലെ അമ്മമാർ കണ്ണുനീരൊഴുക്കുമ്പോൾ, ആ മനുഷ്യരുടെ വേദനയിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് യുദ്ധത്തിനും അധിനിവേശത്തിനുമെതിരെ ശബ്ദമുയർത്തുന്ന മാനവികതയുടെ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദത്തിന്റെ പേരാണ് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, DYFI എന്ന് പറയുന്ന സംഘടനയെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്തിനകത്ത് തീവ്ര ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ട നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ്, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, RSSന്റെ അജണ്ട
രാജ്യത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു, വർഗീയത നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരമായ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്ന മണിപ്പൂര് കലാപഭൂമിയാക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം. അവിടെ കുക്കികളും മെയ്ത്തികളും തമ്മിൽ കണ്ടാൽ ഇന്ന് പരസ്പരം യുദ്ധസമാനമായ അന്തരീക്ഷമാണ്. ഈ രാജ്യത്തിനകത്ത് അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് BJPയുടെ വർഗീയ രാഷ്ട്രീയമാണ്. അതിനെതിരെ നിലപാടെടുക്കുകയാണ് DYFI. രാജ്യത്തെ ചെറുപ്പം നേരിടുന്ന പ്രശ്നം തൊഴിലില്ലായ്മ. സേനയെ ഉൾപ്പെടെ കരാർവൽക്കരിക്കുകയാണ്. അഗ്നിപഥ് എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവരുന്നു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സേനയ്ക്കകത്ത് ജോലിക്ക് കയറുന്നവരുടെ തൊഴിൽ പോലും കരാർ നിയമനമാക്കി മാറ്റുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയമാണിപ്പോൾ. BJP ഭരിക്കുമ്പോൾ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല, പൊതുമേഖലയിൽ നിയമനങ്ങളില്ല. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കച്ചവടം ചെയ്യുന്നു. ഈ രാജ്യത്തിന്റെ പൊതുമുതൽ സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കച്ചവടം ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് പ്രതികരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല. രാജ്യത്തുയർന്നു വരുന്ന അനീതികൾക്കെതിരെ ബദലായി നിന്നൊരു സംസ്ഥാനം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ കേരളം. 10 വർഷക്കാലത്തെ കേരളത്തിലെ ഭരണം എന്ന് പറഞ്ഞാൽ അത് ജനകീയമായ ഭരണമായിരുന്നു. ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണം, വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഭരണം, ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നത് വരെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ഭരണം, അതിദരിദ്രരെ കണ്ടെത്തിയ പ്രതിസന്ധിയിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അതിദരിദ്രരില്ലാത്ത നാടാക്കി നമ്മുടെ നാടിനെ മാറ്റിയ നല്ല കാലമായിരുന്നു സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ 10 വർഷക്കാലം. പ്രളയവും നിപ്പയും കോവിഡും ഉണ്ടായപ്പോഴും ഈ നാടിനെ പതറാതെ ചേർത്ത് നിർത്തിയ, ഈ നാടിന്റെ നാഥനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ നാടിനെ ചേർത്ത് പിടിച്ച ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലം, ആ നല്ല കാലം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷേ 3 മാസം കൊണ്ട് ആ നല്ല കാലത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ, ആ നല്ല കാലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പുതിയ പുതിയ അനുഭവങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നു. 10 വർഷക്കാലമായി ഉണ്ടായിരുന്നില്ല പവർ കട്ട്, പക്ഷെ ഇപ്പോൾ പവർ കട്ട് വന്നിരിക്കുന്നു. കേരളത്തിൽ സഖാവ് പിണറായിയുടെ ഗവൺമെന്റ് കാലത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വിവിധ ആവശ്യങ്ങൾക്കകത്ത് ഇടപെടാൻ പോലീസ് വാടകയ്ക്ക് എടുത്തിട്ടു ഹെലികോപ്റ്റർ. പ്രളയകാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായിയും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയും അന്നത്തെ DGP ലോക്നാഥ് ബെഹ്റയും ഒരുമിച്ച് ആ ഹെലികോപ്റ്ററിൽ പോകുന്ന ചിത്രങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് പ്രളയകാലത്ത്. ഇപ്പോൾ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ആ ഹെലികോപ്റ്റർ ഉപയോഗിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടത്തിയ യാത്ര കൂർഗിലേക്കാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് വാർത്തകൾ വരുന്നത്. ഞങ്ങൾ ജാഥയ്ക്കിടയിലായതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ വെളിപ്പെടുത്താൻ കഴിയാത്ത ഇൻവെസ്റ്റേഴ്സ്? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ എല്ലാം കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം ഇഫ്താർ വിരുന്നിലും മറ്റു പരിപാടികളിലും ഒപ്പമുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ തൂഫാന്റെ ഭാഗമായി പിടിക്കപ്പെടുകയാണ്. കണ്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ കണ്ടില്ല, കണ്ടത് നവകേരള സദസ്സിന്റെ പരിപാടിക്ക് പ്രതിഷേധം നടത്തിയപ്പോൾ തല്ല് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ്. ഓരോ നുണകളും ഓരോ ദിവസം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി നുണ പറയുന്നതിനകത്ത് PhD എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധം പുസ്തകമാക്കി ഇറക്കണം എന്ന് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തെ സംബന്ധിച്ച് മലയാളത്തിന്റെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന താരമാണ് ശ്രീ ജഗദീഷ് പറഞ്ഞത്. എല്ലാ വാർത്താ സമ്മേളനങ്ങളും കൂടി ഒരുമിച്ചാക്കി പുസ്തകമാക്കി ഇറക്കണമെന്ന്. അപ്പം നുണകൾ ചേർന്നുള്ള ഒരു പുസ്തകം, നുണകൾക്കകത്ത് ഗവേഷണം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ഇങ്ങനെ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് വസ്തുതകളെ തമസ്കരിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു ഗാനം പുഷ്പവതി മലയാളത്തിലേക്കാക്കി അടുത്തിടയ്ക്ക് സമരവേദികളിലെല്ലാം പാടി ഇവിടുത്തെ ചെറുപ്പം ഏറ്റെടുത്തതുണ്ട്. അതിന്റെ ആശയം എങ്ങനെയാണ്? നിങ്ങൾ തിരുത്തി പറയും എന്നാണ്.
നമുക്കറിയാം, നുണകൾ പറഞ്ഞ് ഈ നാടിന്റെ നന്മയെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ശ്രീ വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ നുണകൾ പറഞ്ഞ് കേരളത്തിന്റെ മാനവികതയെ, കേരളത്തിന്റെ മതനിരപേക്ഷതയെ, കേരളത്തിന്റെ സാഹോദര്യ മനോഭാവത്തെ, കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പുരോഗമന മനസ്സിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെ ഇരുട്ടിലേക്ക് ഈ നാടിനെ തള്ളിവിടാൻ വി.ഡി. സതീശൻ ഗവൺമെന്റിനെ ഈ നാട്ടിലെ പൊരുതുന്ന ചെറുപ്പം ഡിവൈഎഫ്ഐ അനുവദിക്കില്ല. ശ്രീ വി.ഡി. സതീശനെ കെ ആന്റണിയോട് ചോദിച്ചാൽ അറിയാം എന്തായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഇന്നലത്തെ കാലങ്ങളിലെ സമര പോരാട്ടങ്ങൾ എന്നുള്ളത്. ആ സമരമുഖങ്ങളിലേക്ക്, ആ തെരുവോരങ്ങളിലെ ധീരമായ ശക്തമായ സമര പോരാട്ടങ്ങളിലേക്ക് പോകാൻ ഡിവൈഎഫ്ഐ തയ്യാറാവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം യുവജനപക്ഷ നിലപാടെടുത്തൊരു ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും അധികം PSC നിയമനം നടത്തിയ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിരുന്നു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്തേക്ക് നമ്മുടെ കേരളം എത്തിയിരുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണത്തിൽ ഇവിടെ വലിയ വർധനവുണ്ടായിരുന്നു. ആ നല്ല കാലം ഇല്ലാതാക്കാൻ യുവജന വിരുദ്ധ നയങ്ങളുമായി കേരളത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ശ്രീ വി.ഡി. സതീശൻ ഗവൺമെന്റ് പരിശ്രമിക്കുന്നതെങ്കിൽ പണ്ട് ഞങ്ങൾ ഏത് നിലയിലുള്ള സമരങ്ങളാണോ നടത്തിയിരുന്നത് ആ നിലയിലേക്ക് സമരമുഖങ്ങളിൽ ശക്തമായി ഇടപെടാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രഖ്യാപനമായിരിക്കും ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം. ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഈ നാടിന്റെ പിന്തുണയുണ്ട്. ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് ഈ നാടിന്റെ ആകെയുള്ള ഹൃദയം കൊണ്ടുള്ള അംഗീകാരമുണ്ട്. കാരണം ഞങ്ങൾ സമരം ചെയ്യുന്നത് ഈ നാടിന് വേണ്ടിയാണ്, ഓരോ വീടുകളിലെയും മനുഷ്യർക്ക് വേണ്ടിയാണ്, ഓരോ കുടുംബങ്ങളിലെയും ചെറുപ്പത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ കേരളത്തിലെ കുടുംബത്തിന്റെ, കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും പിന്തുണ വാങ്ങിക്കൊണ്ട് ഡിവൈഎഫ്ഐ ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകും. അതിന്